അപ്പോൾ നമ്മൾ കുറേ ദിവസം വെച്ചാൽ ഈ ഫുട്ബോൾ അങ്ങനെ അവസാനം കളിക്കുകയാണ്. ഇതെന്തായാലും എനിക്ക് കിട്ടത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഇത് തുറക്കാറ് പോലും ഇല്ല, പിന്നെ എങ്ങനെ കിട്ടാനാ? സുനിൽ ഛത്രി ചാൻസ് ലെൻസ് ഞാൻ തുറന്നിട്ടൊക്കെ കുറെ തന്നെ എനിക്ക് എക്സാമൊക്കെയാണ് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്, വീഡിയോ എടുക്കാത്തതും. ഫോർലൻ മൈ ഫേവറേറ്റ്. ഞാൻ ഫോർലൻ വെച്ചാണെങ്കിൽ എനിക്ക് എപ്പോഴും കളിക്കും. ഞാൻ ഈ ഭയങ്കര റൂമേഴ്സും ഇതൊക്കെ കേട്ട് ഫോൺ ഇപ്പം ഭയങ്കര സെറ്റാണ് ബ്രോ എന്നൊക്കെ പറഞ്ഞ് കേട്ട്, അപ്പം ഞാൻ ഫോർലന് വെച്ച് കളിക്കാനാണ് എൻ്റെ പ്ലാൻ. സ്പിൻസൊക്കെ ചെയ്ത് വെക്കാം, എന്തായാലും കിട്ടത്തില്ല, വെറുതെ ചെയ്ത് വെക്കാം ഫ്രീ സ്പിൻസൊക്കെ. ഒന്നും കൊടുത്തില്ല. എന്ത് ലാഗാണിത് കണ്ട, ഞാൻ പറഞ്ഞത് പോലെ തന്നെ കിട്ടിയൊന്നുമില്ല. ഏതോ ഒരു ഇത് കൊള്ളാമല്ലോ, ഇത് കൊള്ളാമല്ലേ? ഇതൊക്കെ ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യുന്ന നല്ല കാര്യമാണ്. ഇത് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ ചെറുതായിട്ട് ഉറപ്പ് കാണും, പക്ഷെ മറ്റൊന്നും. പുതിയത് തന്നാ ഈ വിഷനറി പാസ്. അത് ഒന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ എനിക്ക് തുറക്കാൻ. അല്ല, ഇതല്ലല്ലോ, എനിക്ക് ഏതോ ഇന്ത്യൻ ഏതോ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. ഇതാണോ ഇന്ത്യൻ? അല്ല, ഏതൊരു സാധനം ഉണ്ടായിരുന്നു. മറ്റൊന്നും ഞാൻ തുറക്കാത്തതുകൊണ്ടാണ്. മറ്റൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ മിഷൻസ് നോക്കാം. മിഷൻസ് ദിവാലിക്കുണ്ട്. ലോഗിൻ ടു ദ ഗെയിം കണ്ട അപ്പം കയറിയത് കളി ഗെയിമിലോട്ട്. ഇത് രണ്ടെണ്ണം കിട്ടിയില്ല. ഓക്കെ, അപ്പം നമുക്ക് മാച്ചിലൊക്കെ കിടക്കാം. ഞാൻ ഡെയിലി ഗെയിം പിന്നെ കളിച്ചോളാം. ഈവൻസ് PvP കളിക്കാം. നാഷണൽ ടീംസ് കളിക്കാം. നാഷണൽ ടീംസ് കളിച്ചു കഴിഞ്ഞാൽ ബോറായിരിക്കും. ഈവൻ കണ്ടീഷൻ അപ്ലൈ ഇല്ലാത്തത് നോക്കി എടുക്കുന്നതിനും ബെറ്റർ ഓപ്ഷൻ. അല്ലെങ്കിൽ ഏഴിലൂടെ കളിക്കാൻ പോയി. എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ കളിക്കുന്നതിനെക്കാട്ടും നല്ല ഏഴിലൂടെ കളിക്കുന്നത്. എനിക്ക് ആദ്യമേ നെറ്റ് ഭയങ്കര സ്ലോ ആണ്. മതി ലെജൻഡറി ഇട്ട് കളിച്ചോളാം. നാഷണൽ ടീംസിൻ്റെ കളിക്കാം. ഈ ബോണസ് ആവശ്യമില്ല, എനിക്ക് നല്ല ടീമാണ് വേണ്ടത്. നല്ലൊരു ടീം. ഞാൻ ഫാബിയോ ക്യാപ്റ്റനാണ് എൻ്റെ മാനേജർ. അതെന്താ അങ്ങനെ ആയതാണ്? വെയിറ്റ്, നമുക്കൊന്ന് നോക്കാം. കുറച്ച് ചേഞ്ചസ് വരുത്താനല്ലേ ഉള്ളൂ. മാറ്റിയാൽ പോയി. ഇപ്പം അവിടെ കിടക്കട്ടെ. നെയ്മർ ഇല്ലാത്തൊരു ഇതുണ്ടോ ബ്രോ? എനിക്ക് നെയ്മർ അത് സീനാവേ. മറഡോണ നെയ്മറും ഇല്ലാത്തൊരു ഇതോ? നോ നെയ്മർ ആൻഡ് മറഡോണ മെയിൻ മുഖ്യം. പിന്നെ അതില്ലെങ്കിലും നെയ്മർ എവിടെയുണ്ട്? നെയ്മർ ഇവിടെ വല്ലതും നടക്കുന്നുണ്ടോ? നെയ്മർ CF പൊസിഷൻ അല്ലേ? ഫിൽറ്റർ പൊസിഷൻ CF അതാ നടക്കുന്നു.
അതൊക്കെ പേടിപ്പിച്ച് കളഞ്ഞു പെട്ടെന്ന്. അത് ഇന്ന് നമുക്ക് നെയ്മനെ പിടിച്ച് വിടാം. അതാണ് എന്നിട്ട് ഇവിടെ നിങ്ങളെ കണ്ടി ഇവിടെ ബെക്കം കുറച്ച് കളിക്കണം. ബെക്കത്തിന് കഴിഞ്ഞാൽ റോളിൽ നടക്കാനാണ് എൻ്റെ പ്ലാൻ. റോള് കുറച്ചുകൂടെ കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിങ്ങനെ ഇങ്ങനെ പിന്നെ കോസ്റ്റർ കുർട്ടേനെ ഇറക്കുന്നതായിരിക്കും എനിക്ക് ബെറ്റർ. ഡെന്നിസ് ഇർമാനെയും കാട്ടി കളിക്കുന്ന കോസ്റ്റർ കുർട്ടയാണെന്ന് എല്ലാവരും പറയുന്നത്. ഞാൻ ഇവിടെ കാഫൂന് വരും വെല്ലറ്റേനെ ഇറക്കുന്നത്. വെല്ലറ്റേക്ക് റാങ്ക് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാച്ച് തുടങ്ങാം. ലെജൻഡ് തന്നെയാണ്. ഞാൻ ലെജൻഡ് ഇട്ടാണ് കളിക്കുന്നത്. ഈ ലെജൻസിൻ്റെ ഇവിടെ കളിച്ചത്. ലെജൻഡ് ക്രൊയേഷ്യ മോഡ്രിച്ചിൻ്റെ എതിരാണ് കഴിക്കുന്നത് കളിക്കുന്നത്. മോഡ്രിച്ച് അപ്പുറത്തെ ടീമിലുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. മോഡ്രിച്ച് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും അടുത്ത് തോൽപ്പ് ചെയ്യും. മെസ്സി ഫസ്റ്റ് തന്നെ മെസ്സിയിലേക്ക് കണ്ടു തുടങ്ങി. മോഡ്രിച്ചിൻ്റെ താണ്ട് കിടക്കുന്നു. ഇവിടെ കിടക്കുന്നു. CMF 83 മറ്റേ അവനും ഉണ്ട്. ഗോഡിയ. പിന്നെ ആരെങ്കിലും അറിയാവുന്ന എനിക്കാരുമില്ല. സോറി. എന്തായാലും നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടേ ഇരിക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ഷോർട്സ് ഇടാൻ സാധ്യത കുറവാണ്. മെയിൻലി മിക്കവാറും വീഡിയോസ് ആയിരിക്കും. വീഡിയോസ് വരുന്നത് ഇതേപോലെ ലോങ് ടൈംസ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. നമുക്ക് എൻ്റെ ഫാമിലി ക്യാപ്പിൽ ഡിയോഗോ ഫോളൻ മെയിൻ പ്ലെയർ. ശരിയാണ്, ഫാമിലി കപ്പിൽ തന്നെ കാണിക്കും മാച്ചിൻ്റെ ഇടയിൽ. ഒരു ലാഗ് ഉണ്ടോയെന്ന് എനിക്ക് ചെറിയ സംശയം. എല്ലാവർക്കുള്ള ഉണ്ട്. ലാഗുണ്ട് സംശയമല്ല, ലാഗ് ഉണ്ട്. ഇപ്പോൾ ഒരു ഓടിച്ച് കഴിഞ്ഞാൽ ലാഗ് ആണെന്ന് ഞാൻ പറയും. ഇനി പാസ്വേഡ് കാണാം അവൻ. നീ പാസ്വേഡ് ആയിട്ട് തോന്നില്ല കേട്ടോ. നിങ്ങൾക്ക് തോന്നി നമുക്ക് ഷൂട്ട് ചെയ്യണം. പക്ക ഷൂട്ടിങ് അല്ലല്ല, പാസ് ചെയ്യുന്നത് പതുക്കെയാണ് വന്നാൽ. അപ്പോൾ നമുക്ക് ത്രോയറൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. നല്ല ലാഗുണ്ട് അല്ലേ? അയ്യോ ശരി എന്നാ. ഓക്കെ, നമ്മൾ നെയ്മറുമായിട്ട് നമ്മൾ മുന്നേറുന്നു. ഭയങ്കര ലാഗ്. ഞാൻ വല്ല നെറ്റുള്ള വല്ല സ്ഥലത്ത് പോയിരിക്കുന്നതായിരിക്കും നല്ലത്. ഭയങ്കര ലാഗ്. ടാബിൻ്റെ പ്രശ്നമാണിത്. അത് ഈ നെറ്റ് ചെയ്യുന്നതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ മിക്കവാറും ടാബിൻ്റെ പ്രശ്നമായിരിക്കും. ലൂക്കേൻ്റെ ബോൾ എടുത്തിരിക്കുന്നു. മെസ്സി ഫോർലൻഡിലേക്ക്. റോൾ ടു ഡേവിഡ്. ഫോർലൻ എൻ്റെ പൊന്നോ, നീലി ഗോൾ. ഞാൻ കരുതിയില്ല നമ്മളത് പോയ ഒരു ഗോളാണ്. അത് തിരിച്ചെങ്ങനെ നമ്മൾ തിരിച്ചെടുത്തു എനിക്ക് പോലും അറിഞ്ഞോ. ഇറക്കാനേക്കാളും ചാടുന്നു എന്നുവെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ മിസ്പാസ്സായി. അവൻ്റെ തിരിച്ച് റീവോണ്ട് നമ്മളെ തന്നെ കിട്ടി. അത് നല്ല ത്രൂ പാസ് കൊടുത്ത് ഫോൾ. നല്ല ഷൂട്ടിങ് ആണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നല്ല ഷൂട്ടിങ്. സീന് കൊള്ളാം. ഫോളും നല്ല പ്ലെയർ. ഞാൻ റോളിന് ഇട്ടത്. നല്ല പാസിങ് ആണ്. ഷൂട്ടിങ് സൂപ്പറാണ്. ഡ്രിബ്ലിങ്ങും നല്ലതാണ്. ഡേവിഡ് ബെക്കം ഷൂട്ടിങ്ങും പ്ലേ മേക്കർ അല്ലല്ലോ, വേറെ എന്തോ സാധനമാണ്. എനിക്ക് ഓർമ്മയില്ല. നോക്കിയിട്ട് പറയാം. ഹാഫ് ടൈം ആകുമ്പോൾ നോക്കാം. പക്ഷെ ഡേവിഡ് വില്ല കളിക്കുന്നില്ല. കളിക്കത്തില്ല. ലാഗൊന്നും മാറണം. ഈ ഹാഫ് ടൈം മുതൽ ഞാൻ വേറെ സ്ഥലത്ത് വരുന്ന കളിക്കാം. അപ്പോഴത്തേക്കും മാറായിരിക്കും. അപ്പം അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യും. അയ്യോ എന്ത് ലാഗാ ഇത്. ലാഗ്.
ഫോളം കൊള്ളാം, ഫോളം കൊള്ളാം. എങ്ങനെയാണ് ഇത് ആംഗിളിൽ നിന്ന് അടിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത. ആംഗിൾ എങ്ങനെ പിടിച്ചു വെച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഈ ആംഗിൾ കാണുമ്പോഴേ എങ്ങനെ അടിക്കുന്നു ഇവൻ? ഈ ഒരു ആംഗിളിൽ നിന്നാണ് മറ്റേത് കുറച്ചും കൂടെ അകത്തോട്ട് പോയിട്ടാണ് അടിച്ചത്. ഇത് ഈ ഒരു ആംഗിളിൽ രണ്ടും ഒരു ആംഗിളിൽ നിന്നാണ് അടിക്കുക. നമ്മളെ 24 നമ്പർ 24 ജാഗഫോളൻ കണ്ട ബെല്ലറ്റി നല്ല കളിയാണ്. അതാണ് പറഞ്ഞ ഓക്കെ. അപ്പോൾ ഒലിവർ കാന്റ്, ഡിയാഗോ ഫോളൻ, വിസ്പാസ് കുഴപ്പമില്ല. നല്ല കളിച്ച ഒരു പ്ലെയർ ഫോളൻ മാത്രമേ ടീമിലുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവരും കളിക്കുന്നുണ്ട് നല്ലപോലെ. നല്ല ലാഗുണ്ടേ. നിങ്ങൾക്ക് കാണുന്ന പോലെയല്ല, ഞാൻ കളിക്കുമ്പോഴല്ല അതിനെയും കാട്ടി ലാഗാണ് എനിക്ക്. ഇവര് ഷൂട്ട് ചെയ്തതാണ് അത് പാസിങ് ആണിത്. നമ്മൾ ചാടി ക്ലിയർ ചെയ്യാനൊക്കെ ശ്രമിച്ചു, പക്ഷെ ഒന്നും നടന്നില്ലെന്നേ ഉള്ളൂ. മെസ്സി ബാക്ക് ടു മെസ്സി ഡ്രിബിൾ ചെയ്തു, മെസ്സി വിട്ടിച്ച് പോന്നു, പാസ് ഫോളൻ ഷോട്ട് ചെയ്തു, ലിവാക്കോവിച്ച് സേവ് ചെയ്തു. അത്രയുള്ളൂ. പക്ഷെ കൊള്ളായിരുന്നു, നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. മെസ്സിന് നല്ലൊരു ഡ്രിബിളിങ് കാണാൻ പറ്റി. ഹാഫ് ടൈം എനിക്ക് ഇപ്പോഴും മാറ്റാൻ പറ്റത്തില്ല. എൻ്റെ പൊസിഷൻ ഭയങ്കര കുറവാണ്, പക്ഷെ നല്ല ഗോളൊക്കെ അടിക്കും. വലിയ വെള്ളമാണ്. നെയ്മൊന്നും ചെയ്ത് ഞാൻ കണ്ടില്ല, പക്ഷെ എന്താ ഫോളിന് മെസ്സി നല്ലപോലെ കളിച്ചു. കഴിഞ്ഞില്ല, ഡിഫൻസ് നല്ലപോലെ കളിച്ചു. ഡിഫൻസ് നല്ല വൃത്തിക്ക് കളിക്കുന്നുണ്ട്. പറഞ്ഞതേ ഉള്ളൂ, പറഞ്ഞ് നാക്കെടുത്തില്ല, അപ്പോഴേക്കും അവന്മാര് വന്നായിരുന്നു ചോട്ട്. മെസ്സി നല്ല ത്രൂ ഇട്ടതായിരുന്നു, പക്ഷെ കുറച്ച് അകത്തോട്ടായി പോയി. ഡേവിഡ് വില്ല നല്ലതായിരുന്നത്. എങ്ങനെയാടാ മോഡറേറ്റിന്റെ കാര്യമില്ല തെറ്റുന്നത്? എന്ത് നമ്മളിട്ടാലും മോഡറേറ്റിന്റെ കാര്യമില്ല. എന്ത് ഫാസ്റ്റാണ് ഇട്ടത്! അതെങ്ങനെയാണ് ഷോട്ടിലിട്ട് കൺവേർട്ട് ചെയ്തോ? പവർ പാസ് എന്ത് പാസ്സാണ്! എന്ത് പാടാണ് അതിന് കൊടുത്തേ! എൻ്റെ പൊന്നോ, ക്ലീൻ ഷീറ്റ് എടുത്താൽ മതിയായിരുന്നു. ഡിയാഗോ ഫോളിന് ഹാട്രിക്. ഫൗള് അത്രേ ഉള്ളൂ. ഏതാ ചെറുങ്ങനെ ഫൗൾ ചെയ്ത അത് എല്ലോ ആണ്. ഫോളിന് ചാണ്ട് എല്ലോ ഒന്നും കൊടുക്കാതിരിക്കുക, അത് തീരെ ഇത് ആരെ വെച്ച് എടുപ്പിക്കാൻ വെക്കയില്ല. ഫോളൻ ഇത് എടുപ്പിക്കാൻ പറ്റിയൊരു നല്ല പ്ലെയർ നോക്കട്ടെ. ഫോളനേ ഉള്ളു കേട്ടാ. ഫോളൻ ഷോട്ട് ഉണ്ടാക്കിത്തരാ. ഇന്ന് ഫോളൻ ഫോമില്ല കേട്ടോ. ഷോട്ട് ഉണ്ടാകും, പക്ഷെ അത് അവൻ സേവ് ചെയ്ത് കളഞ്ഞ ഗോളി. ഗോളി എങ്ങനെ അവിടെ ചാടി എത്തിയെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ചുകൂടെ പവർ കൊടുത്തതെന്ന് ചിലപ്പോൾ കയറിയല്ലേ. ഞാൻ പക്ഷേ അത് പെട്ടെന്ന് ഗോളായെന്ന് ഞാൻ ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്നു. ഒന്ന് ഷൂട്ട് വെക്കിയെന്ന് ഇപ്പോൾ റോളിൻ്റെ ഇടയിൽ നല്ല ഗോൾ കിട്ടിയത്. പക്ഷേ കാര്യം ലൈഫ് ഈസ് ബാഡ്. അത് ഹാട്രിക്കിന് വേണ്ടി തന്നെയാണ് ഫോറിന് പറഞ്ഞത്. പക്ഷേ അത് കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇല്ലെങ്കിൽ ഡേവിഡിനെ വെച്ച് ഡയറക്റ്റ് അടിച്ചു മതി. ടാപ്പിനല്ല, അങ്ങനെ അങ്ങ് അടിച്ചു മതി. പക്ഷെ മെസ്സിൻ്റെ ആ പാസ് സൂപ്പറായിരുന്നു. എങ്ങനെയാണ് കൊടുത്തേ? ഇങ്ങനെ കീറുപോയി വന്ന് അവിടെന്നങ്ങ് അടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഹാട്രിക്കിന് വേണ്ടി കൊടുത്തു, ഹാട്രിക്കും കിട്ടി. ഇനി ആ എന്താ ക്ലീൻ ഷീറ്റും കൂടെ അടിച്ചു മതി. 30 മിനിറ്റ് നമ്മളിങ്ങനെ ഡിഫെൻഡ് ചെയ്ത് കളിച്ചത്. ഞാൻ വെച്ചാൽ ഞാൻ ഡിഫെൻസിൻ്റെ എന്താ ഫുൾ ഡിഫെൻസ് ആക്കത്തില്ലേ. അയ്യോ,
അത് ഞാൻ ടാസ്ക് ആയിട്ട് എടുക്കുന്നു. ഡിഫൻസിൻ്റെ ഇതൊന്നും ചെയ്യാതെ തന്നെ ഞാൻ ക്ലീൻ ഷീറ്റ് എടുക്കുന്നു. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം ഗൈസ്. മെസ്സി മെസ്സി മെസ്സിൻ്റെ നല്ല റണ്ണായിരുന്നു അവിടെ നിന്ന് ഇവിടം വരെ. പക്ഷെ ഗാർഡിയോൾ അത് നിശ്ചലമാക്കി കളഞ്ഞു വെള്ളം. നല്ല ഡിഫൻസ് ആയിരുന്നു കേട്ടോ. അത് എത്ര സ്ലൈറ്റ് ആക്കളാണ് ചെയ്തത്. അയ്യോ, അതെന്ത് മാത്രമാണ് ചെയ്തത്. വെളിയിൽ വെച്ചല്ലേ പെനാൽറ്റി. ഇല്ലം തീർന്നു നമ്മളെ ക്ലീൻ ചെയ്ത് പോയി. നീ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കളിയറക്കാണ്ട് ചെയ്യാണിപ്പോ ഇരിക്കുന്നപ്പോ എല്ലാ ഗോള് കയറുന്നത്. വലിയവർക്കാരും സീൻ 4 മിനിറ്റ് ക്ലീൻ ചീറ്റ് കിട്ടിയാൽ തീർന്നു. നമ്മൾ ക്ലീൻ ചീറ്റ് അടിക്കണം. ഒലിവർക്കാരൻ്റെ സീനും പെർഫോമൻസ് ആണ് കേട്ടോ നമ്മളിതിൽ കാണുന്നത്. ഇല്ല, ഡേവിഡ് വില്ല ചക്കൻ്റെ ഗോള് ഫോളന് വേണ്ടി അങ്ങ് ചിലവാക്കി കളഞ്ഞു. കുഴപ്പമില്ല, ഇതല്ല എന്താ പ്രശ്നമേ അല്ല നമുക്ക്. ഫോളും നമ്മുടെ ടീമിലുണ്ടപ്പോൾ ഇത്രയുള്ളൂ. ക്ലീൻ ചീറ്റനെ നമ്മൾ ജയിക്കും, അത്രയുള്ളൂ. ഏതാ നല്ല സന്തോഷമായി. ഞാൻ സുനിശ്ചിത്രയാ എന്തെടുത്താ പുതിയത് എനിക്ക് മറ്റേ ആളെന്നെ കിട്ടിയില്ലെന്ന് അർത്ഥം. കൊള്ളാം, എങ്ങനെ ഇറുക്കണം. അടുത്ത മാച്ച് ഗൈസ്, നമുക്ക് നാഷണൽ ടീം ആര് വരും? ക്രൊയേഷ്യ എന്നാണ് 3-0 നോക്കി. ഇവരെയൊക്കെ നമ്മൾ അയ്യോ പുതിയതന്നെ തോപ്പിക്കാൻ സാധിക്കും. ഒരു ഗോൾ അടിച്ചതിൻ്റെ കുഴപ്പമില്ല. ഞാൻ ഇതിന് ഡേവിഡ് വില്ലയ്ക്ക് വരെ വേറെ ആരെങ്കിലും ഇറക്കിയാലോ എന്ന് ആലോചിക്കുക. ഹാലൻഡിനൊരു അവസരം കൊടുത്തു നോക്കാം. എന്തെങ്കിലും ചെയ്താലോ. ലെഫ്റ്റ് ഫുട്ട് റൈറ്റ് ഫുട്ട് കോംബോ, ക്രിക്കറ്റിൽ പോലെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോംബോ പോലെ ലെഫ്റ്റ് ഫുട്ട് റൈറ്റ് ഫുട്ട് കോംബോ നമുക്ക് ചെയ്ത് നോക്കാം. ഈസന്മാരെ നമ്മുടെ ടീമിലുള്ളൂ. ഒലിവർക്കാൻ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ മാച്ചിൽ. ആ ഒരു ക്രൊയേഷ്യൻ്റെ കൂടെ മാത്രം ഈ ടീമിൻ്റെ കൂടെ എന്നിട്ട് പോയി ഗോൾ പിടിക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യാൻ ഇതെന്തൊരു വാസറാകില്ല. ഞാൻ കൊടുക്കും. ഇല്ല ഒരു മിസ്റ്റേക്ക് ഞാൻ മറക്കുന്നു. ഇല്ല തോന്നിയതായിരിക്കും. ഇല്ലടാ നല്ലൊരു ആരാ അത് അടിച്ച് കളഞ്ഞ വെളിയില്? ആരും നോക്കി കണ്ടാൽ മതി. എന്തായാലും ഒന്നേ അടിച്ചു കളഞ്ഞല്ലേ, കാലയുടെ വന്നതാണ്. അടിച്ചു കളഞ്ഞല്ല, വല്യത്തിൻ്റെ കാല് കെട്ടിപ്പോയത്. എങ്ങനെ ഇരിക്കുന്നു? ഞാൻ കരുതി വലിയ കാര്യത്തിൽ അവ അടിച്ചു കളഞ്ഞേന്ന്. ഗൈസ്, ഇപ്പോഴെ എന്താ നടന്ന്? ഈ ചെക്കന്മാരുടെ 7-ാം മിനിറ്റിൽ ഗോള് കൊടുത്തോ നമ്മൾ. നോക്ക്, അതൊരു സിസർക്കട്ടല്ലോ, ബൈസൈക്കിളിലേക്ക് വന്നിട്ട് അടിച്ചു. എന്ത് ഗോളാണ് അടിച്ചത്! എൻ്റെ മുന്നേ ഹാലൻഡിൻ്റെ ഒക്കെ തലേൻ്റെ മണ്ണിൽ ഒലിവർക്കാരൻ്റെ കൈയിൻ്റെ ഇടയിൽക്കൂടെ ആലോചിച്ചു. പിന്നെ മുന്നോ വെരി കൂൾ. ഡേവിഡ് ഉണ്ടായിരുന്നെങ്കിലും നടക്കത്തില്ലായിരുന്നു.
എന്തൊക്കെ നടക്കുന്നു? നെയ്മർ ഒരു ഫോണിൽ കയറി കണ്ടത് എൻ്റെ കാര്യം തീർന്നു. നെയ്മർ ഈ തീർന്ന് ഇറക്കന്മാരെയൊക്കെ അടിക്കാൻ വേണ്ടി ഇരിക്കുന്നത് ഇവിടെ. എന്തൊക്കെ നടക്കുന്നു? നെയ്മറിന്റെ നമ്പർ ശരിയല്ല, അതാണ് നെയ്മറിന്റെ പ്രശ്നം. അണ്ണാക്കി കൊടുത്തു അവന്മാരെ, അണ്ണാക്കി. ഇത്രേ ഉള്ളൂ. നല്ലൊരു ഇത് കമ്പാക്ക് 10 മിനിറ്റ് തന്നെ അവന്മാർക്ക് കൊടുക്കും. എന്നൊക്കെ നോക്ക്, മെസ്സി അവിടെ നിന്ന് ഇവിടെ ട്രിബിൾ ചെയ്തത് പാസ് കൊടുത്തു, തിരിച്ചു കിട്ടി, അങ്ങോട്ട് പുറത്ത് ട്രിബിൾ ചെയ്തിട്ട് ഇവിടെ ഒരു ബാങ്ങറൊക്കെ അടിച്ച് കയറി കൊടുത്തു അവന്മാരെ. ഹഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, കൂട്ടിത്തിരി അവന്മാരെ അല്ല ഷൂ എല്ലാം കാണിച്ചിട്ട് പോയതിൻ്റെ മെസ്സി കൂടെ വന്നത്. അതുവല്ലം കൊടുത്തു മതിയായിരുന്നല്ലേ. അയ്യോ, അവൻ ക്ലിയർ ചെയ്ത് കളഞ്ഞ. ഞാൻ കരുതി വലിയ കാര്യത്തിൽ പാസ് ചെയ്തിട്ട് പോയി ഗോളൊക്കെ അടിക്കും. ക്ലിയർ ചെയ്ത് കളയുന്നു. നെയ്മറിന് എന്താ പറ്റിയേ? ചിലപ്പോൾ നമ്പർ കറക്റ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലേ, ആയിരിക്കണം. മെസ്സി ഇപ്പോൾ വന്നുകൊണ്ട് ഭയങ്കര ഫോം കയറുന്നുണ്ട്. നെയ്മർ അൾട്രാ പ്രോമാക്സ് ഷോക്ക് ആവുന്നുണ്ട്. അവര് ഗോൾ അടിച്ചാൽ കയറി സീന് ഗോൾ ചെയ്യാൻ. പക്ഷെ എന്ത് പറ്റിയെന്നല്ല, ഡ്രിബിളിങ്ങൊന്നും കറക്റ്റ് ആവുന്നില്ല. എന്റെ പൊന്നോ, ഇങ്ങനെയാണോ ചെയ്ത്? എന്റെ പൊന്നോ, അവര് ഭയങ്കര കളി കേട്ടാ. ഒലിവർക്കാനെ കൊണ്ട് അവന്മാര് ഗോൾ അടിപ്പിച്ച് തരാൻ നോക്കുക കേട്ടോ. എന്നിട്ട് അവന്മാര് ക്രോസ് ഇടുന്ന പോസ്റ്റിന്റെ അകത്തോട്ട് ഇങ്ങനെ തട്ടി കയറ്റാനാണ് ഇങ്ങനെ ഇവര് നോക്കുന്നത്. ഒലിവർക്കാൻ്റെ ഒരു മിസ്റ്റേക്കാണ് ഇവർക്ക് വേണ്ട. അപ്പൊ ഭയങ്കര റഷാണ് ചെയ്യുന്നത്. എന്റെ പൊന്നു, എന്താണ് ഇവിടെ നടക്കുന്നത്? എന്തടാ അത്, എടുക്കടാ ബോള്. ഇത്രേ ഉള്ളൂ പോലെ കൊള്ളടാ. നെയ്മറിന്റെ ഫോണിന്റെ നല്ലൊരു സാധനം അവിടെ നല്ലൊരു വാസ് ടച്ച് ചെയ്താൽ വെറുതെ ഷൂട്ട് ചെയ്ത് ഒന്ന് തട്ടി മതിയായിരുന്നല്ലേ. അത് റോളിന് എനിക്കൊരു പണിയും ഇല്ല. പക്ഷെ റോളിന് ഞാൻ മാച്ചിൻ്റെ ഇടയിൽ കാണാറില്ല. ഇതിലും പൊസഷൻ ഭയങ്കര കുറവാണ്. ഞാൻ പാസിങ് ചെയ്യാറില്ലല്ലോ, ഞാൻ എപ്പോഴും എന്താ അകത്തോട്ട് കയറി ഗോൾ ചെയ്യാനും നോക്കും. അതെങ്ങനെ അത് എടുത്തതായിരുന്നു കേട്ടോ. അയ്യോ, ഗുഡ് 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 ഗുഡ്. അത് എന്നിട്ട് അവിടെ മോശം താങ്ങിയില്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഒരു കോർണറിലാണ് നമ്മൾ ഇല്ലാണ്ട് പോയത്. ഓർമ്മ വയ്ക്കണം. അത്ര ബ്രോ. ശരി, അങ്ങോട്ട് പോയി കളിക്കുന്നു. അയ്യോ, ബോൾ
അത് മിസ്റ്റേക്കടാ വെള്ളീറ്റിൻ്റെ നല്ല ടാസ്ക് മാച്ചായിരുന്നു. വള്ളിയേറ്റി അവൻ ആദ്യമേ ക്ലീൻ അത് അമ്മമാരെ കാലിലോട്ട് കമ്പാക്ക് അടിക്കാൻ ആര് പരിപാടിയാണ് നമുക്ക്. പക്ഷെ അതും കൊണ്ട് കളഞ്ഞു. അടുത്ത ഞാൻ ഡ്രോപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇന്നും വിശ്വാസമായി കൊടുത്തു നീ കാണിക്കുന്നവരില്ല. നീ ആദ്യം കളിച്ചവരെ കളിക്കാമെന്ന് എന്റെ മണ്ണാണ്. എന്തൊക്കെ ഒരു മിസ്റ്റേക്കിന് വേണ്ടി ഇല്ല നെയ്മറൊന്നും ഒന്നും ചെയ്യുന്നുമില്ല. നെയ്മറാണ് കളിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ മാച്ചിൽ. അത് ഫ്രീ പാസ് ആയിട്ട് എന്താണ് ഇതെങ്ങനെ ടൈം മാച്ച് ആക്കാൻ ശ്രമിക്കുന്നത്. ബാക്കിയൊന്നും ആവശ്യമില്ലാത്തൊരു മാച്ചാണ്. നമ്മളവിടെ ജയിക്കേണ്ട ആവശ്യമില്ല. നമ്മളോട് അറ്റ്ലീസ്റ്റ് ഒരു ടൈം നോക്കണം. നല്ലവനും മൊത്തം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടാ. അയ്യാക്കാനാണ് നോക്കുന്നത്. പക്ഷെ ഷാനിന്റെ സെലിബ്രേറ്റ് ചെയ്താൽ പോയിന്റ് ഇല്ലേ. നെയ്മറിന്റെ ഇരുമ്പോൾ നെയ്മർക്ക് ഹാൻഡ് കിട്ടിയിട്ടാ ശരി എന്ന് എങ്ങനെ ഇരിക്കുന്നു. കഷ്ടപ്പെട്ട് നോക്കിയായിട്ട് എന്നിട്ട് അവൻ്റെ അത് എത്തിക്കുന്നുണ്ട് തോന്നുന്നു. മെസ്സി ബ്രോ മെസ്സി ബ്രോ മെസ്സി ബ്രോ 90 സെക്കൻഡ് മിനിറ്റിലാണ് സംഭവിച്ചത്. പിന്നെ ഭയങ്കര എന്ത് ഗോളാണ് അവൻ അടിച്ച് മെസ്സി. എന്റെ പൊന്നു സീന് ഗോള്. ബ്ലിറ്റ്സ് നെയ്മർ പക്ഷെ ഒന്നും ചെയ്തില്ല കേട്ടാ. സീന് ഗോള്. പക്ഷെ ലാസ്റ്റ് ഇനി കളിച്ചുകൊണ്ടുള്ള ആ ഒരു വൈബ് സീനായിരുന്നു. ഇങ്ങനെ കാപ്പായി ചോമരെ തോൽപ്പിക്ക് നല്ല കഷ്ടപ്പെടുന്നു. പക്ഷെ 1 സെക്കൻഡ് മാത്രം ഇത്രയും നേരെ വരാത്ത ഹാലൻഡിന്റെ ആസ്തി വെളുത്തിരി കയറി ഗോളടിച്ചടാ ഗോള്. അത് എന്ത് പാസാണ് നെയ്മർ ഇപ്പൊ ചെയ്ത. എന്റെ പൊന്നോ ആ 90 മിനിറ്റ് വരെ 2-2 ആയിരുന്നു. എന്നിട്ട് പെട്ടെന്ന് 4-2 ആയത് എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി ഗൈസ്, അപ്പം ബൈ. നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ബൈ ഗൈസ്.